വാണിയക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. 5ാം വാർഡ് മെമ്പർ എ സുമയ്യ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KM ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. വാണിയക്കാട് റെസിഡൻസ് അസോസിയേഷൻ വനിതാ വിഭാഗമാണ് വനിതാ ദിനം ആഘോഷമാക്കിയത്. ആഘോഷ പരിപാടികൾ 5ാം വാർഡ് മെമ്പർ എ സുമയ്യ ഉദ്ഘാടനം ചെയ്തു. പണ്ട് കാലങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രമാണ് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നത്. സ്ത്രീകളുടെ അവസ്ഥ അറിയാം. നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത് അറിയാം. സ്ത്രീക്ക് ജീവിക്കാൻ പോലും അവകാശമില്ല. ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ചിതയിൽ ചാടി സ്ത്രീ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയാണെങ്കിലോ സ്ത്രീക്ക് താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ളൊരു അവകാശം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലങ്ങളിൽ നിന്ന് നമ്മൾ ഇത്രയും മാത്രം ഓരോ നവോത്ഥാന ചിന്തകന്മാരുടെയും പ്രവർത്തനങ്ങളുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ഒക്കെ ഫലമായിക്കൊണ്ട് നമുക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം അലങ്കരിക്കുവാനായിട്ട് സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ട്. സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ടീച്ചർ വ്യക്തമാക്കി. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KM ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സാജിദ നിസാർ സ്വാഗതം അർപ്പിച്ചു. പാട്രാക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാർ, സെക്രട്ടറി മനോജ്, താലൂക്ക് ട്രഷറർ ജയപാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ സേവനമുദ്ര പതിപ്പിച്ച വനിതകളായ സുനിത അജയൻ, ആബിദ ജബ്ബാർ, ബിന്ദു പ്രതാപൻ എന്നിവരെ മെമന്റോ നൽകി ആദരിച്ചു. കൂടാതെ അഡ്വക്കേറ്റ് സവിത കണ്ണൻ ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചും അതിന്റെ നിയമവശങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഭർത്താവിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ വെച്ച് എന്ത് നടന്നാലും ആ ഒരു 4 ചുവരുകൾക്കുള്ളിലാണ് നടക്കുന്നത്, അല്ലേ? അപ്പൊ എന്ത് സംഭവിച്ചാലും ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് പറയാനായിട്ട് ആരും ഉണ്ടാവില്ല. അതൊക്കെ കൊണ്ടാണ് സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്ത്രീകളെ ഏറ്റവും ഫേവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ആക്ട് TV ആക്ട് എന്നാണ് നമ്മൾ ചുരുക്കി പറയുന്നത്. TV ആക്ട് 2005 എന്നാണ് പറയുന്നത്. ഒരു 37 സെക്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റി അംഗം ലൈല അലി ചടങ്ങിൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.